സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ അല്പസമയത്തിനകം ചുമതലയേൽക്കും. തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തെത്തിയാണ് അദ്ദേഹം ചുമതലയേൽക്കുക. അതേസമയം കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട റവാഡ ചന്ദ്രശേഖറിനെ DGP ആക്കിയതിൽ CPIM-നുള്ളിൽ വലിയ വിമർശനമുയരുകയാണ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഷഫീദ്. ഇപ്പോൾ റവാഡ ചന്ദ്രശേഖറിന് അദ്ദേഹത്തിന്റെ വിഭാഗത്തിലുള്ളവർ വലിയ സ്വീകരണം നൽകുമ്പോഴും CPIM-ൽ ഒരു ഭാഗത്തു നിന്ന് വിമർശനം കൂടി വരുന്നുണ്ടല്ലോ. അല്പസമയത്തിനകം അദ്ദേഹം ചുമതലയേൽക്കുമെന്ന് മനസ്സിലാക്കുന്നു. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ അല്പസമയത്തിനുള്ള ചുമതലയേൽക്കും. സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്രത്തിൽ നിന്നെത്തിയ ഒരാൾ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. നിതിൻ അഗർവാൾ, യോഗേഷ് ഗുപ്ത എന്നിവരുള്ള താല്പര്യക്കുറവ് അത് റവാഡ ചന്ദ്രശേഖറിന് ഗുണകരമായി. ഒപ്പം പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിന്തുണയും അദ്ദേഹത്തെ തുണച്ചു. അദ്ദേഹം ഇന്നലെയാണ് തീരുമാനമെടുക്കുന്നത്. അതിനുശേഷം ഡൽഹിയിൽ IB-യിൽ ഡെപ്യൂട്ടേഷനുള്ള അദ്ദേഹം ഇന്ന് പുലർച്ചയോടുകൂടി കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായിട്ടാണ് റവാഡ ചന്ദ്രശേഖർ കേരളത്തിന്റെ പോലീസ് മേധാവിയാകുന്നത്. 1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. തലശ്ശേരി ASP ആയിട്ടാണ് തുടക്കം. പക്ഷേ ഈ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനിലായി. പിന്നീട് സർവീസിൽ തിരിച്ചെത്തിയ റവാഡ ചന്ദ്രശേഖർ ആത്മവിശ്വാസവും കൺഷ്യതയും കൈവിട്ടില്ല. വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായി. ഇടയ്ക്ക് UN ഡെപ്യൂട്ടേഷനിൽ പോയി. മടങ്ങിയെത്തിയ ശേഷം SCRB-യിൽ IG ആയി. പിന്നീട് ഏതാണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങി വീണ്ടും ഡെപ്യൂട്ടേഷനിലേക്ക് IB-യിലേക്ക് വീണ്ടും ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. IB-യുടെ സ്പെഷ്യൽ ഡയറക്ടറായി തുടരവെയാണ് കേരളത്തിന്റെ പോലീസ് മേധാവി ആകുന്നത്. അതിനിടെ നമുക്കറിയാം ഇന്നലെ ഈ റവാഡ ചന്ദ്രശേഖരനെ ഈ പോലീസ് മേധാവിയായി പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് മുതൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദവും ഉയരുകയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി ആകുന്നതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ CPM-നുള്ളിൽ തന്നെ പ്രത്യക്ഷമായി. P. ജയരാജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തന്നെ അത് ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ തീരുമാനത്തിൽ മാറ്റമില്ല. നിലവിൽ ഇപ്പോൾ താൽക്കാലിക, അതായത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഒഴിഞ്ഞ് ഈ റവാഡ ചന്ദ്രശേഖർ ചുമതല ഏൽക്കും വരെയുള്ള കുറച്ച് മണിക്കൂറുകളിലെ താൽക്കാലിക സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതല H. വെങ്കടേശനാണ്. 7 മണിക്കാണ് സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നത്. ക്രിസ്ത്യന. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.